ഇപ്പൊ എല്ലാവരും ചർച്ചയിൽ പറഞ്ഞു ഈ ആന അതുപോലെ വന്യമൃഗങ്ങൾ വളരെ വലിയ ശല്യമാണ് എല്ലാം പറഞ്ഞു. പക്ഷേ ഇത് ഈ കേരളത്തിൽ മാത്രം ഇപ്പൊ തമിഴ്നാട്ടില് ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ അവിടെ ഈ ആനകൾക്ക് അവർക്കുള്ള തീറ്റ ഇപ്പൊ ശർക്കര അതുപോലെയുള്ള മറ്റ് തീറ്റ സംവിധാനങ്ങൾ ഈ വനത്തിനുള്ളിൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഈ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ വന്യജീവികൾ അതിന്റെ അകത്ത് തന്നെ തീറ്റ അവർ വെച്ചുപിടിപ്പിക്കും. ഈ ശർക്കര പോലുള്ള സംഭവങ്ങൾ അവിടെ വനത്തിനുള്ളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആനയടക്കമുള്ള വന്യജീവികൾക്ക് അവിടെ തീറ്റ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ എന്റെ നിയോജകമണ്ഡലം കോതമംഗലം നിയോജകമണ്ഡലത്തിൽ 5 പഞ്ചായത്തിൽ ആന ശല്യം മറ്റു വന്യമൃഗ ശല്യമുണ്ട്. ഈ ശല്യം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ട്രെഞ്ച് അടക്കമുള്ള സംവിധാനങ്ങൾ താത്തുന്നില്ല. പുതിയ സംവിധാനങ്ങൾ ഈ വന്യജീവി ആക്രമണത്തിനെതിരെ ഒരു പ്രത്യേക പാക്കേജ് തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. ഇതിവിടെ നടപ്പാക്കിയിട്ടില്ല. ഈ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇതുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മുടെ ഇപ്പൊ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും എല്ലാം ഈ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിന് യാതൊരു സംവിധാനവും ഇല്ലാത്തതുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് പ്രശ്നം. അതുപോലെ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ വന്യജീവികളെ ഇഷ്ടപ്പെടുന്നവരും സംരക്ഷിക്കുന്നവരും അതിനെ സംരക്ഷിക്കാൻ കൂടി തയ്യാറാവണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി അതിനും ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണമെന്ന് പറയാനുള്ളത്. അതിനാദ്യമായിട്ട് വേണ്ടത് വനം വകുപ്പും വന്യജീവി വകുപ്പും വിഭജിക്കണം. വന്യജീവി വകുപ്പും വിഭജിക്കണം. വനംവകുപ്പിന് മൊത്തം ഫണ്ട് കിട്ടുന്നുണ്ട്. ഈ ഫണ്ട് മുഴുവനും കിട്ടുന്നത് ഉദ്യോഗസ്ഥന്മാരെ അവരുടേതായിട്ടുള്ള ഇരിപ്പിടവും ബിൽഡിങ്ങും വലുതാക്കാൻ വേണ്ടിയാണ്. വനത്തിന്റെ പറയാൻ പറ്റുമോ? സംഭവമുണ്ട്. ഈ കിട്ടുന്ന പൈസ മുഴുവനും അവര് വന്യജീവികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സംവിധാനമില്ല. വന്യജീവി വകുപ്പും വനം വകുപ്പും രണ്ടും മേഖലയായിട്ട് വേണം. തിരിക്കാണ്ട് ഇങ്ങേര് പറഞ്ഞ പോലത്തെ സംഭവം നടത്താൻ പറ്റില്ല. നടത്താൻ തീരെ പറ്റില്ല. വന്യജീവികൾക്ക് സംരക്ഷണം ഏൽപ്പിക്കാനായിട്ട് ശമ്പളം കൊടുക്കല് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഇതിലൊന്നും പിടിച്ച കൂട്ടിലാക്കി എവിടെയെങ്കിലും ഉണ്ടാക്കലൊന്നും വന്യജീവി സംരക്ഷണം ഉറപ്പാക്കാനോ ജനങ്ങളുടെ അടുക്ക മുമ്പിലേക്ക് ആനകളും കടുവയും വരാതിരിക്കാനോ പര്യാപ്തമല്ല. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, തൃശ്ശൂർ എവിടെ അങ്ങനെ രാജ്യം? എനിക്ക് സൂപ്പറാണ് തൃശ്ശൂർ എവിടെ രാജ്യം? തൃശ്ശൂർ ടൗണില് നമ്മള് ഒരു പൂരത്തിന് വരുന്ന ആനയുടെ കാര്യം പറയാം. ഞങ്ങള് പൂരത്തിന് വരുന്ന ആനയുടെ വിഭജിക്കാതെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇത് നമ്മൾ സൊല്യൂഷനിലേക്ക് പറഞ്ഞു. നമ്മൾ വെറുതെ ബഹളം വെക്കല്ലേ പ്ലീസ്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ക്യാരിയിങ് കപ്പാസിറ്റി. നേരത്തെ ജോയ്സ് ജോർജ് പറഞ്ഞു ഞങ്ങൾ 5 വർഷം മുമ്പാണ് ഈ വാഹകശേഷിയെ പറ്റി പറഞ്ഞു തുടങ്ങിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആലക്സ് ഒരു സംശയം ചോദിക്കട്ടെ. ഇദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ ഇതിന്റെ സംരക്ഷണം കാട്ടിനുള്ളിൽ തന്നെ ആവശ്യമുള്ള സാധനം പ്രൊവൈഡ് ചെയ്യുക. അത് പ്രായോഗികമാണോ കേരളത്തില്? വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ വളരെ തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇത് എഫക്റ്റീവായി ചെയ്യുന്നു. കേരളത്തിൽ മാത്രം വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് തെറ്റാണ്. കേരളത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് തമിഴ്നാടും കർണാടകവും ഒക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഉണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. തർക്കമില്ലാത്ത കണക്കുണ്ട്. കേരളത്തിലാണ് അല്ലല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.